പ്രിയപ്പെട്ട അധ്യാപകരെ, ജീവനക്കാരെ, 2026 സെൻസസ് ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് എന്നാണ് പറയുന്നത്. പക്ഷേ വിവരശേഖരണം മാത്രമാണ് ഡിജിറ്റലായിട്ട് നടക്കുന്നത്. നമുക്കതിൻ്റെ മാപ്പിംഗ് ഒക്കെ ഡിജിറ്റലല്ല, നമ്മൾ നടന്ന് ഓരോ സ്ഥലവും നോക്കി കടലാസിൽ വരയ്ക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഡിജിറ്റലായിട്ട് വരക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങളെ കയ്യിലൊരു മാപ്പ് കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു മാപ്പ് ഗൂഗിൾ മാപ്പിൽ നിന്നാണ് നിങ്ങൾക്കത് വീതിച്ച് ഓരോ ബ്ലോക്കാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ കിട്ടിയ മാപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ മാപ്പ് എന്നുള്ളൊരു ആപ്പ് ഉണ്ടാവും. അത് തുറന്ന് എവിടെയാണോ അതിൽ കാണിക്കുന്ന സ്ഥലം, അത് നിങ്ങളെ വീടിൻ്റെ അടുത്താണെങ്കിൽ നിങ്ങളാ ലൊക്കേഷനിലുണ്ടാവും. ദൂരത്താണെങ്കിൽ നിങ്ങളത് സെർച്ച് ചെയ്ത് ആ മാപ്പിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗം പേരടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലം കാണിക്കും. നിങ്ങളുടെ കയ്യിലുള്ള അതേ സാധനമായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൊബൈലിൽ ഗൂഗിൾ മാപ്പിൽ അത് നോക്കാം. അത് കൂടാതെ ഗൂഗിളിൻ്റെ വേറൊരു ആപ്പുണ്ട്, ഗൂഗിൾ എർത്ത്. അപ്പം നിങ്ങളെന്ത് ചെയ്യാം, പ്ലേ സ്റ്റോറിനോ അല്ലെ ആപ്പിൾ സ്റ്റോറിനോ ഗൂഗിൾ എർത്ത് ഡൗൺലോഡ് ചെയ്ത് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാപ്പ് വളരെ ഈസി ആയിട്ട് നമ്മൾ പോകുന്ന അനുസരിച്ച് ഒരുപാട് ഓപ്ഷനുകൾ അതിലുണ്ട്. അപ്പോൾ നമുക്ക് സെൻസസിന് വേണ്ട അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഗൂഗിൾ എർത്ത് ഓപ്പൺ ആക്കുന്നു. എക്സ്പ്ലോർ എർത്ത് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ കയ്യിലൊരു മാപ്പ് കിട്ടിയിട്ടുണ്ടാവും. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാപ്പാണ് നിങ്ങൾക്ക് വീതം വെച്ചിട്ട് ഓരോരോ ബ്ലോക്കായി തന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പ്രദേശം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു ഭാഗത്തേക്ക് നിങ്ങളിങ്ങനെ സൂം ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഇപ്പം എൻ്റെ ബ്ലോക്ക് ഇപ്പം ആരംഭിക്കുന്നത് ഒരു വശത്ത് റെയിൽവേയോട് ചേർന്ന ഈ ഗേറ്റ് റോഡ് എന്ന ഭാഗത്തു നിന്നാണ് വടക്ക് ഭാഗം തുടങ്ങുന്നതെങ്കിൽ ഈ താഴെ കാണാം നടുവിലുള്ള മൂന്നാമത്തെ ക്ലിക്ക് ചെയ്യുക, ആഡ് ഫസ്റ്റ് പോയിന്റ് എന്ന്. അപ്പൊ നമ്മുടെ മാപ്പിന്റെ ഏറ്റവും വടക്ക് ഈ മൂലയിൽ, ഇടത് ഭാഗത്ത് മൂലയിൽ ആഡ് പോയിന്റ് എന്നുള്ള താഴത്തെ ബട്ടൺ നിൽക്കുന്നു. പിന്നീട് ഞാൻ ഇത് നേരെ സ്ക്രോൾ ചെയ്ത് എൻ്റെ അതിർത്തി ഈ റോഡാണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഇതിലൂടെ വന്നു. ഇവിടെ റോഡ് വളയുന്നുണ്ട്, അപ്പോൾ അവിടെ ഒരു ആഡ് പോയിന്റ് കൊടുക്കുന്നു. പിന്നെ വളഞ്ഞ് താഴോട്ടേക്ക് ഇവിടെ ഒരു ജംഗ്ഷൻ വന്നുകൊണ്ട് അവിടെയും ആഡ് പോയിന്റ് കൊടുക്കുന്നു. പിന്നെ ഇതിങ്ങനെ വന്ന് റോഡിന്റെ ചെറിയ വളവൊക്കെ ഉണ്ട്, അത് നമുക്ക് പിന്നെ ശരിയാക്കാം. ഇവിടെ ഒരു ഹംസാക്ക തട്ടുകട കാണുന്നുണ്ട്, അപ്പൊ അവിടെ നിന്ന് എനിക്ക് താഴോട്ടേ വരണം. അപ്പൊ അവിടെ ഞാനൊരു ആഡ് പോയിന്റ് കൊടുക്കുന്നു. പിന്നെ ആ റോഡ് വന്ന് ഇവിടെയൊക്കെ റോഡിന് വളവുണ്ട്, അത് നമുക്ക് പിന്നീട് ശരിയാക്കാൻ പറ്റും. അത് നമ്മളൊരു 4 മൂലകൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇവിടെ ഒരു ഇല്യാസ് മസ്ജിദ് കാണാം, അവിടുന്ന് താഴെയുള്ള ഭാഗത്താണ് തെക്ക് ഭാഗത്ത് അതിര് വരുന്നത്. അപ്പോൾ അവിടെ ഞാൻ ആഡ് പോയിന്റ് എടുക്കുന്നു. പിന്നെ നേരെ ക്രോസ് ചെയ്ത് ഈ റോഡ് വന്ന് ഇവിടുന്ന് പിന്നെ ഇവിടെ ഇത് നേരെ റെയിലിലേക്ക് പോകുന്നു. പിന്നെ നമ്മൾ ആദ്യം തുടങ്ങിയ സ്ഥലത്തേക്ക് നമ്മൾ ഇങ്ങനെ നേരെ സ്ക്രോൾ ചെയ്ത് അപ്പൊ അവിടെ ക്ലോസ് ഷേപ്പ് കാണാം. അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. സൂം ഔട്ട് ചെയ്ത് നോക്കിയാൽ ഈ ഒരു സംഭവമാണ് നമുക്ക് മാപ്പ് ആക്കിയിട്ട് ഇപ്പൊ ഒരു ബ്ലോക്ക് ആക്കി നിങ്ങളെ കയ്യിൽ തന്ന പ്രിന്റ്. നമുക്കിതിലെ റോഡിന്റെ വളവിന് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് ഭാഗം കാണാം, അത് നമ്മൾ ടച്ച് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താൽ അഡ്ജസ്റ്റ് ആവുന്നതാണ്. നമ്മൾ ഓരോ ഭാഗം വലിക്കുന്നതനുസരിച്ച് ചെറിയ ചെറിയ ഡോട്ടുകൾ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടും. റോഡിന് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈൻ സെറ്റപ്പ് ചെയ്യാം. ഇവിടെ റെയിലിന്റെ മുകളിലൂടെയാണ്, അപ്പോൾ അത് എനിക്ക് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. റെയിലിന്റെ പുറത്തേക്കായിട്ടുണ്ട്, അപ്പോൾ എന്ത് ചെയ്യാം, സൂം ചെയ്ത് നമ്മൾ ആ റൗണ്ട് ഭാഗമുള്ള ഭാഗത്ത് ടച്ച് ചെയ്ത് നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ റോഡിന് ഒരു ബെൻഡ് ഉണ്ട്, അപ്പോൾ ഇവിടെ ഇത് കൊടുക്കുന്നു. അപ്പോൾ ഓരോ ഭാഗത്തിനനുസരിച്ച് വീണ്ടും വീണ്ടും പുതിയ റൗണ്ട് വന്ന് നമുക്ക് മൂലകൾ കറക്റ്റ് ചെയ്യാം.
ഓക്കെ, അപ്പം ഏകദേശം ഇനി ഞാൻ താഴെ സേവ് പ്രൊജക്റ്റ് എന്ന് കാണാം. അവിടെ ഞാൻ സേവ് അടിക്കുന്നു. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. അവിടെ പ്രൊജക്റ്റ് എന്നുള്ളതിൽ സേവ് ചെയ്യാം. അവിടെ അൺടൈറ്റിൽ പോളിഗൺ എന്നുള്ളിടത്ത് നിങ്ങളുടെ ബ്ലോക്ക് നമ്പർ എത്രയാണോ അത് അവിടെ കൊടുക്കുക. എൻ്റെ 450 ആണെങ്കിൽ 450 എന്ന് കൊടുക്കുന്നു. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്ലൈൻ്റെ കനം, അതേപോലെ നിറം, അതുപോലെ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം വിസിബിൾ ആയിട്ട് കാണണം, അതാണ് ഉദ്ദേശിക്കുന്നത് ആ പ്രദേശങ്ങൾ. അപ്പോൾ നമുക്ക് 0 കൊടുക്കാം, നമുക്ക് മുഴുവനും കാണണം. പിന്നെ ഡൺ കൊടുക്കുക. അപ്പം എൻ്റെ മാപ്പ് ഇവിടെ തയ്യാറായി. ഞാൻ ഈ 450 കൊടുത്തതിൽ ഒരു ആരോ മാർക്ക് കൊടുത്താൽ പിറകിലേക്ക് വരും. വീണ്ടും പിറകിലേക്ക് വന്നാൽ ഇങ്ങനെ കാണും. അപ്പം ഇവിടെ അൺടൈറ്റിൽഡ് മാപ്പ് പ്രൊജക്റ്റ് എന്നാണ് കാണുന്നത്. ഇവിടെ ഞാൻ 450 സേവ് കൊടുക്കുന്നു. ഞാൻ തുറന്നു കഴിഞ്ഞാൽ അതായത് ആപ്പ് തുറക്കുന്നു, ഗൂഗിൾ എർത്ത് തുറക്കുന്നു. അപ്പോൾ ഇങ്ങനെ കാണുക. അപ്പോൾ കാണാം ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു മാപ്പ് കാണാം 450. അപ്പോൾ എൻ്റെത് 450 ഞാൻ നേരത്തെ ചെയ്തു വെച്ചതാണ്. അപ്പോൾ 450 ഓപ്പൺ ചെയ്യും. അപ്പം എൻ്റെത് വന്നു. ഇനി നമ്മൾ നേരെ മാപ്പ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, അപ്പോൾ ഇതാണ് എനിക്ക് വരിക. ഇവിടെ ഫസ്റ്റ് തന്നെ കാണുന്നത് ഹംസാഖാന്റെ തട്ടുകട. അപ്പോൾ അവിടെ പോകുന്നു. ഞാൻ ഈ കടയിൽ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കണ്ടോ, ഈ ഒരു മൂന്നാമത് എടുക്കുന്ന 3D എന്നതിന് മുകളിൽ അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന പോയിന്റ് കാണിക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തല്ലാത്തത് കൊണ്ട് അത് വരില്ല. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് കാണിക്കും, നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ. അപ്പോൾ അതുകൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം നടന്നു പോയി കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ ആ പരിധിൻ്റെ പുറത്തേക്ക് നിങ്ങൾ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. നമുക്ക് നിശ്ചയിച്ചു തന്ന അതിർത്തിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതെടുത്ത് ഈ ലൊക്കേഷൻ എന്നുള്ളൊരു നെക്കി അമർത്തി കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഇവിടെ 3D എന്നുള്ളതിൻ്റെ തൊട്ട് മുകളിൽ അമർത്തിയാൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് കാണിക്കും. ഞാനിപ്പോൾ നിൽക്കിയാൽ ഞാനത് പുറത്താണുള്ളത്, അപ്പോൾ ഇവിടത്തേക്കാണ് കാണിക്കുന്നത്. ഞാൻ ആ മാപ്പിലല്ലേ ഉള്ളത്. അപ്പം എന്ത് ചെയ്യാം, നമ്മൾ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് കാണിക്കുക. അപ്പോൾ ഇതൊരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബൗണ്ടറി, യെല്ലോ കളറിൽ കാണുന്നതാണ് നമ്മുടെ ബൗണ്ടറി. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും അത് എൻ്റെ ബ്ലോക്ക് അല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ആദ്യം ഹംസാഖാന്റെ കടയിലാണ് പോകുന്നത്. അപ്പം ഒരു തട്ടുകടയായതുകൊണ്ട് നമുക്ക് എല്ലാ കെട്ടിടത്തിനെല്ലാം നമ്പർ കൊടുക്കണം. അപ്പം വേണമെങ്കിൽ ചായ ഒക്കെ കുടിക്കാം. അവിടുന്ന് താഴെ ഇടത് ഭാഗത്ത് കാണാം ഒരു പ്ലസ് ചിഹ്നിട്ടിട്ട് ഒരു ലൊക്കേഷൻ്റെ ഐറ്റം, അത് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു നീല നിറമുള്ള ബട്ടൺ കുറച്ച് ഇവിടെ വന്നിട്ടുണ്ട്. അതിനാ സ്ക്രീൻ കുറച്ച് സ്ക്രോൾ ചെയ്തിട്ട് ഹംസാഖാന്റെ കട, അതായത് ഇത് ചിത്രം സാറ്റലൈറ്റ് ഉപയോഗിച്ചെടുത്ത ചിത്രമാണ്. അപ്പോൾ ഓരോ കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് നമ്മൾ മുകളിൽ നിന്ന് കാണുന്നത്. ഇതൊരു ഓടിട്ട പഴയ കെട്ടിടമാണ്. അതിൽ ഓരോ വീട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഏകദേശം മനസ്സിലാവും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. ആ ഒരു വീടിന്റെ റൂഫ്, മേൽക്കൂരയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നു, ഹംസാഖാന്റെ കടയുടെ അടയാളപ്പെടുത്തി താഴെ സേവ് പ്രൊജക്റ്റ് കൊടുക്കുന്നു. അവിടെ ടൈറ്റിൽ കൊടുക്കുന്നത്, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കെട്ടിടത്തിലാണ് പോയത്. അപ്പോൾ നമ്മൾ 1 എന്ന് കൊടുക്കുക. പിന്നെ ഒരു ഐഫൺ കൊടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന ആ കെട്ടിടത്തിന് നമ്പർ നമ്മൾ ഇവിടെ വരക്കുമല്ലോ, CN, അത് 560 ആണെങ്കിൽ CN 560 കൊടുക്കുന്നു. താഴെ ഐക്കൺ ഇപ്പോൾ റെഡ് ഐക്കണാണ് കാണുന്നത്. അതിൻ്റെ നിറം ബ്ലൂ ആണ്. ഇപ്പം അത് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. പിന്നെ അതുപോലെ വലിപ്പം ക്രമീകരിക്കാം. ഇവിടെ ഐക്കൺ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ കാണാം ഫയർ, ഫ്ലാഗ്, ട്രീ, മോർ ഐക്കണിൽ ഇപ്പോൾ അതൊരു നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ കെട്ടിടം, വീടാണോ കെട്ടിടമാണോ, പല തരത്തിലുള്ള ഐക്കൺ കാണാം. നമുക്ക് എന്ത് ചെയ്യാം, വീടാണെങ്കിൽ ഹോം സെർച്ച് കഴിഞ്ഞാൽ ഹോമിൽ വരുന്നില്ല. അതിന് ഹൗസ് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വന്നു കണ്ട ഹൗസിൻ്റെത്.
പിന്നെ വേറൊരു നമുക്ക് ഇഷ്ടമുള്ള ഒരു ഐക്കൺ അടയാളപ്പെടുത്താം. വീടിൻ്റെതുണ്ട്. മറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ മറ്റ് കെട്ടിടങ്ങളാണെങ്കിലൊക്കെ അതിൻ്റെതായ ഐക്കൺ ഉണ്ടാവും. അത് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഐക്കൺ കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവിടെ ഡൺ കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ഒന്നാമത്തെ കെട്ടിടം. ഇനി ഞാൻ നേരെ നടക്കുന്നു. നമ്മൾ നടന്ന് കുറച്ച് തെക്ക് ഭാഗത്തേക്ക് നടക്കുന്നു. ഇതിന്റെ പിറകിലൊരു വീട് കാണാം. ഇപ്പൊ ഞാൻ ഈ ഒന്നാമത്തേതാണ് ഇപ്പൊ ഇവിടെ സെലക്ട് ചെയ്തിട്ട് കാണിക്കുന്നത് താഴെ. താഴെയുള്ള ഏരോ മാർക്ക് അമർത്തി ഇപ്പൊ പിറകിലേക്ക് പോയി. അപ്പൊ ഞാൻ വീണ്ടും ഇവിടെയുള്ള ഏറ്റവും താഴെയുള്ള ഈ ഭാഗത്ത് വീണ്ടും ടച്ച് ചെയ്യുന്നു. അതവിടെ വീടിന്റെ മുകളിൽ തന്നെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ പുറത്തോട്ടാണെങ്കിൽ നമ്മൾ അതിങ്ങനെ സ്ക്രീൻ സ്ലൈഡ് ചെയ്ത് കൊണ്ടുവരണം. ഇത് രണ്ടാമത്തെ വീടാണ് സേവ് പ്രൊജക്ട്. അവിടെ ടൈറ്റിലെടുത്ത് 2 കൊടുക്കുന്നു. ഐഫൺ ആ വീടിന്റെ നമ്പർ എത്രയാണോ നമ്മൾ കൊടുക്കുന്നത് CN 355 ആണെങ്കിൽ CN 355 കൊടുക്കുന്നു. രണ്ടും കൊടുക്കുന്നു. ഇപ്പൊ രണ്ടാമത്തെ വീട്. അങ്ങനെ നമ്മൾ ഇവിടെ ഞാനിപ്പോ ഈ ലൊക്കേഷന്റെ പുറത്തായത് കൊണ്ടാണ് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ ഒരു നീല സർക്കിൾ കാണാം, നമ്മൾ നിൽക്കുന്ന സ്ഥലം. അപ്പം എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ മനസ്സിലാക്കുക. ചിലപ്പോൾ തെങ്ങിന്റെ ഇടയിലൊക്കെ മറഞ്ഞിരിക്കുന്ന വീട് ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ റോഡും അതേപോലെ തൊട്ടടുത്ത കെട്ടിടം, അപ്പം ഇവിടെ കാണാം ഒരു വലിയ, ഇത് കാണുമ്പോൾ മനസ്സിലാവും ഒരു വലിയ വീടാണ്. ആ ടെറസ് കാണാൻ മനസ്സിലാവും. അപ്പം ഇതിന്റെ പിറകു വശത്ത് വയലാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഒരു വീട് കാണുന്നുണ്ട്. അപ്പം ഈ ഭാഗത്താണ് ഒരു വീടാണെങ്കിൽ ഇവിടെ തെങ്ങ് പറഞ്ഞതുകൊണ്ട് ചെറിയ വീടാണെങ്കിൽ ഇപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യണം, അടുത്തുള്ള കെട്ടിടങ്ങൾ നോക്കി അത് മനസ്സിലാക്കിയെടുക്കണം. അപ്പൊ ഇവിടെ ഒരു വീടുണ്ടെങ്കിൽ അവിടെ ചെയ്യുന്നു. ഞാനിപ്പോ ഈ വലിയ വീട്ടിലേക്ക് നടന്നു പോയി. ഈ വീട്ടിൽ എത്തിക്കഴിഞ്ഞാല് പിന്നെ ഞാൻ ഇവിടെ ഒരു ഏരോ മാർക്ക് കാണാം. കാരണം ഇത് നേരത്തെ രണ്ടാമത്തെ വീടിൻ്റെതാണ് സെലക്ട് ചെയ്തിട്ടുള്ള ഐക്കൺ. അപ്പൊ ഞാൻ ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് താഴെ മൂന്നാമത്തെ വീട്ടിലേക്ക് പോയി നമ്പർ ഇട്ടു. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, പ്ലസ് ലൊക്കേഷൻ പ്ലസ് ഐക്കൺ അടിക്കുന്നു. ഇപ്പൊ അവിടെ വന്നു. ഇപ്പൊ കുറച്ച് താഴോട്ട് കണ്ട ഹോമിന്റെ ഒരു ചിഹ്നം കുറച്ച് ഇപ്പുറത്തെ വീട്ടിലേക്ക് വന്നു. നമ്മൾ എന്ത് ചെയ്യണം, സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഈ വീട്ടിന്റെ കൊണ്ടേക്കുന്നു. സേവ് പ്രൊജക്ട്. മൂന്നാമത്തെ വീടാണ്ട് 3 ഐഫൺ CN ആ വീടിന്റെ നമ്പർ 346 ആണെങ്കിൽ അങ്ങനെ കൊടുക്കും. ഡൺ. ഇവിടെ വെയിറ്റ് ചെയ്യണം. മുകളിൽ ഇവിടെ ഒരു സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം നമ്മൾ നോക്കണം. സേവ്ഡ് എന്ന് കാണിച്ചാൽ ഡൺ കൊടുക്കുക. അപ്പൊ മൂന്നാമത്തെ വീടായി. നോക്കിയേ, ഇങ്ങനെ നമ്മൾ ഓരോ വീട് പോകുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാം. അപ്പൊ കാണാം, ഇപ്പൊ ഞാൻ മൂന്നാമത്തെ വീടാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഉള്ളത്. അത് ഏറോ മാർക്ക് കൊടുത്ത് പിറകിലേക്ക് പോകുന്നു. അപ്പൊ നമ്മളിപ്പോ ചെയ്ത് വെച്ചത് കാണാം. ഇവിടെ നമ്മൾ ഈ സ്ക്രീൻ ഇങ്ങനെ മെല്ലെ മുകളിലോട്ട് കൊണ്ടു കാണാം. 1 2 3 അങ്ങനെ നമ്മൾ ചെയ്യുന്നതൊക്കെ ഇവിടെ താഴെ താഴെ വരും. ഇനി എനിക്ക് ഇപ്പൊ ഒരു 50ാമത്തെ വീട് നോക്കണമെങ്കിൽ ഇതിൽ കാണാം. നമ്മൾ ഈ ലിസ്റ്റ് എടുത്തിട്ട് 50ാമത്തെ വീട് ടച്ച് ചെയ്താൽ മതി. ഞാനിപ്പോ മൂന്നാമത്തെ വീട് സെലക്ട് ചെയ്യാണ്. അപ്പൊ കാണിക്കും. നമ്മൾ സെൻസസ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്ന ഇന്ന വീട് എവിടെയാണെന്ന് മനസ്സിലാവാൻ ചിലപ്പോൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും ഏതെങ്കിലും വീടിന്റെ അടുത്ത ഘട്ടത്തിൽ. അപ്പൊ നമ്മൾ ആ ഒരു വീട് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടുന്ന് മുകളിലോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് ആ വീടിന്റെ നമ്പർ പരിധി എടുത്ത് അവിടെ ടച്ച് ചെയ്താൽ ആ വീട് എവിടെയാണെന്ന് കാണിക്കും. നമുക്ക് മനസ്സിലായി ഇന്ന വീട്ടിലേക്ക് പോയിട്ടില്ല. അതേപോലെ ഇതില് നമ്മൾ എന്തായിട്ടും ഓഫ്ലൈനായിട്ട് നമ്മൾ മാപ്പ് എന്തായിട്ടും വരക്കണം. പക്ഷെ ഇത് നമ്മുടെ കയ്യിലുണ്ടാകും, നമുക്ക് വളരെ ഉപകാരമാണ്. മാപ്പൊക്കെ എളുപ്പത്തിൽ വരക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ അവിടുന്ന് ഓരോ വീടുകളിലേക്ക് കയറി ഇറങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാം. പെട്ടെന്ന് മൊബൈലിൽ നമുക്ക് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഇതൊരിക്കലും വളരെ ആക്യുറേറ്റഡ് ആയിട്ടുള്ള ഒരു മാപ്പ് നമുക്ക് കിട്ടും. പിന്നീട് നമുക്കിത് നമുക്ക് പേപ്പറിലാണ് കൊടുക്കേണ്ടത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേപ്പറിലേക്ക് വരച്ച് ഇത് നോക്കി നമുക്ക് വരച്ചെടുക്കാം. പിന്നീട് ഇനി അടുത്ത ഘട്ടത്തിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ നമുക്ക് ഇതേ ഭാഗത്താണ് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടത്തേക്ക് തന്നെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് തന്നെ ഓരോ വീടും ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ നമ്മളൊരു ഈ ഐക്കൺ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ നാലാമത്തെ ഇപ്പം ഈ വീട്ടിൽ പോയി എന്ന് വെച്ചോ, ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നു. അപ്പൊ ഐക്കൺ വന്നു. സേവ് പ്രൊജക്റ്റിൽ 4
ഇത് നമ്മൾ സാധാരണ പോലെ എന്ത് ചെയ്യാം, കെട്ടിട നമ്പറൊക്കെ കൊടുക്കാം. ഇവിടെ കാണാം ഡിസ്ക്രിപ്ഷൻ. അവിടെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കുറിച്ച് വെക്കണമെങ്കിൽ, ഇപ്പൊ 4-മത്തത് ഒരു ഷോപ്പ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ആരാധനാലയമാണെങ്കിലും ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഡിസ്ക്രിപ്ഷൻ എഴുതി വെക്കാം. അപ്പൊ നമുക്ക് ഇവിടെ വീണ്ടും സെലക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ നമുക്ക് ഇവിടെ ചിലപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ പേടിക്കണം. നമ്പർ തെറ്റിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഞാനിപ്പോ ഇവിടെ സി എന്ന് എഴുതാൻ വിട്ടു. അപ്പൊ എന്ത് ചെയ്യുന്നു, 4-മത്തത് സെലക്ട് ചെയ്യുന്നു. താഴെ എഡിറ്റിൽ എന്ത് ചെയ്യാം, നമുക്ക് സി എന്നുള്ളത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാണാം ഇവിടെ ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാം. അത് ജസ്റ്റ് നമ്മളൊക്കെ ചെയ്യുന്നൊക്കെ ഗൂഗിളിൽ സേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുള്ള ടൈമാണ്. അത് നോക്കിയിട്ട് ഡൺ കൊടുക്കുക. ഒരുപാട് ഇതിന് പല ഓപ്ഷനുകളുണ്ട്. ഇതിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. വളരെ ഇപ്പൊ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പം കൂടുതൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാവുകയാണെങ്കിൽ അതുപോലെ നിങ്ങളെ ഈ ഡ്യൂട്ടിയുള്ള മറ്റു സഹപ്രവർത്തകർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.